അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബിന്റെ ഷേബ് ബനി ത്വാലിബിൽ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ, ആമിന ബീവിയുടെ വീട്, അതുപോലെ അർക്കമിന്റെ വീട്, ഇങ്ങനെ ധാരാളം വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിട്ടുണ്ട്. നബിയുടെ വീട് എന്ന് പറയാവുന്നത് ഒന്ന് മക്കയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടും മറ്റൊന്ന് മദീനയിൽ ചെന്നതിന് ശേഷം മദീന പള്ളിയോട് ഓരം ചേർന്നുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻകൾ താമസിച്ചിരുന്ന വീടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയാവുന്ന വീടുകൾ. ഒരു വീട് സമാധാനപൂർണമായി തീരാൻ മുഅ്മിനീങ്ങളായ ആളുകൾ അനുവർത്തിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് വിശദീകരിക്കാനാണ്. ആ അർത്ഥത്തിൽ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് സമാധാന പൂർണമായിരുന്നതിൻ്റെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തായിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്ന വീട് സമാധാനപൂർണമായതിൻ്റെ കാരണം. 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 105-ാമത്തെ ആയത്തിൽ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണും. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് അള്ളാഹു അവന്റെ 2 പേരുകൾ നബി തങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റഊഫ് എന്ന പേരും മറ്റൊന്ന് റഹീം എന്ന പേരും. രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിലുള്ള 2 വാക്കുകളാണ്. വാത്സല്യം, കാരുണ്യം, കൃപ എന്നിവയൊക്കെയാണ് ഈ 2 വാക്കുകളെ കൊണ്ട് അർത്ഥമാക്കുന്നത്. സത്യത്തിൽ ഈ 2 പേര് അള്ളാഹുവിൻ്റെ പേരാണ്. ആ 2 പേര് അള്ളാഹു തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവതീർണമാകുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൻ്റെ മേൽ അറിയിക്കുന്ന 2 പ്രയോഗങ്ങളാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫും റഹീമുമാണ് എന്ന ഈ പ്രയോഗം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തിന്റെ മനുഷ്യരൂപമായിരുന്നു എന്നതാണ് നബി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രകടമായിരുന്നു എന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബിൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിട്ടുള്ളതായി കാണാൻ വേണ്ടി കഴിയും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആയിഷ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യത്തെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ദേഷ്യമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്നാണ് പറയുക. ദേഷ്യമുള്ള സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്നാണ് പറയല്. ഈ പ്രയോഗം കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്: അജൽ വല്ലാഹി യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു തന്നെയാണ് നേര്. ഞാൻ ആകെ ദേഷ്യം വരുമ്പോൾ ചെയ്യാറുള്ളത് നിങ്ങളുടെ പേരൊന്ന് ഒഴിവാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. അവരുടെ ദേഷ്യപ്രകടനം എന്ന് പറയുന്നത് ഈ സംസാരത്തിലുള്ള നേരിയ ഒരു പ്രകടനം മാത്രമായിരുന്നു എന്ന് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യം വന്നാൽ മുഖത്ത് ഒരു ചുവന്ന കളർ പ്രത്യക്ഷപ്പെടും എന്നതിനപ്പുറത്തേക്ക് പെരുമാറ്റത്തിൽ ഒന്നും കാണുക പതിവില്ലായിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി അതായിരുന്നു എന്ന് കാണാൻ കഴിയും. സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. വീടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, വീട്ടിലെ സമാധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ ഒന്നിലധികം സ്ഥലങ്ങളിലായി വീടും സമാധാനവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്തിൽ ഒമൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ എന്ന് പറഞ്ഞുകൊടുത്ത് ലിതസ്കുനു ഇലൈഹ, സമാധാനപൂർണമായി ജീവിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അവിടെ സമാധാനം ഉണ്ടാവണമെങ്കിൽ 2 കാരണങ്ങളാണ് പറയുന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ,
സ്നേഹവും വാത്സല്യവും എന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പരിശുദ്ധമായ ഖുർആൻ സമാധാനപൂർണമായ ജീവിതത്തിന് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ വാത്സല്യം, മവദ്ദത്ത് എന്നതിന് സ്നേഹമെന്നും റഹ്മത്ത് എന്നതിന് വാത്സല്യം എന്നും അർത്ഥം വെച്ചാൽ, മവദ്ദത്ത് എന്നത് സംസാരത്തിൽ പ്രകടമാകുന്ന സ്നേഹവും റഹ്മത്ത് എന്നത് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ഖിദ്മാത്തുകളിൽ, സേവനങ്ങളിൽ, ഭക്ഷണങ്ങളിൽ, അതുപോലെ ഉള്ള ചികിത്സയിലൊക്കെ പ്രകടമാകുന്ന വാത്സല്യം, ഖിദ്മത്തിന്റെ മനസ്സ്, വാത്സല്യം റഹ്മത്തിനെ കുറിച്ചുമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്കത് ഇങ്ങനെ ചുരുക്കി പറയാറുണ്ട്. പുരുഷന്മാരുടെ സംസാരവും സ്ത്രീകളുടെ ട്രീറ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. സ്ത്രീകളുടെ ഭക്ഷണവും നന്നായി തീർന്നാൽ വീട്ടിലെ ജീവിതം വളരെയധികം സന്തോഷകരവും, ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ താഴെ വരുന്ന വളരെ സന്തോഷകരമായ ഒരു ജീവിതമായി മാറുകയും ചെയ്യും എന്ന് പൂർവികന്മാരായ പല ആളുകളും പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് സ്വഭാവമാണ് യഥാർത്ഥത്തിൽ വീട്ടിലെ സമാധാനത്തിന്റെ, ശാന്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ വീട്, അതുപോലെ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ വീട് വളരെ മനോഹരമായിരുന്നു. ഒരിക്കൽ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ ചോദിക്കാൻ വേണ്ടി ചെന്ന ഒരു സംഭവം താരീഖിന്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ ധാരാളം യുദ്ധത്തടവുകളായ അടിമകളെ ലഭിച്ച് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹക്ക് തോന്നി, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഒരടിമയെ എനിക്കും കിട്ടിയാൽ വിരോധമില്ലെന്ന്. അങ്ങനെ ഫാത്തിമ ബീവി ചോദിക്കാൻ വേണ്ടി നബി തങ്ങൾ താമസിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആയിഷ ബി റളിയല്ലാഹു അൻഹയാണ് ഉണ്ടായിരുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തുണ്ടായിരുന്നില്ല. ആയിഷ ബിയോട് പറഞ്ഞു, എൻ്റെ കൈയൊക്കെ ആസുങ്കല്ല് പിടിച്ച് ആകെ മുറിയായിട്ടുണ്ട്, ആട്ടുകല്ല് പിടിച്ച് മുറിയായിട്ടുണ്ട്, നമ്മളെ ഭാഷയെ പറഞ്ഞ അമ്മിക്കുട്ടി പിടിച്ചിട്ട് മുറിയായിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ എല്ലാവർക്കും യുദ്ധത്തിൽ കിട്ടിയ അടിമ സ്ത്രീകളെയും വിതരണം ചെയ്യുന്നുണ്ട്, എനിക്ക് വീട്ടുജോലിക്ക് ഒരാളെ തരാൻ വേണ്ടി പറയൂ. ആയിഷ ബി റളിയല്ലാഹു അൻഹക്കും തോന്നി അതൊരു ശരിയായ അഭിപ്രായം തന്നെയാണ്, എല്ലാവർക്കും കൊടുക്കുന്നതല്ലോ, അതുകൊണ്ട് ഫാത്തിമ അവൾക്കും കൊടുക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നപ്പോൾ ആയിഷ ബി റളിയല്ലാഹു അൻഹ ഇക്കാര്യം നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗത്തിൽ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും താമസിക്കുന്ന വീട്ടിൽ ചെന്നു. അപ്പോൾ അവർ കിടക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ടിലിന്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് നബി തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ, നീ വീട്ടിൽ വന്നിരുന്നു, കയ്യൊക്കെ മുറിയായിട്ടുണ്ട്, വീട്ടുജോലിക്ക് ഒരാളെ ആവശ്യമാണെന്ന് പറഞ്ഞുവല്ലേ, നിനക്ക് അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞേരി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അറത്തി മൽജഅകി, ഫാത്തിമ നീ കിടക്കാൻ ഉദ്ദേശിച്ചാൽ, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഫഖൂലി സുബ്ഹാനല്ലാഹ് സലാസൻ വസലാസീൻ, 33 സുബ്ഹാനല്ലാഹ് പറയുക, വഖൂലി അൽഹംദുലില്ലാഹ് സലാസൻ വസലാസീൻ, 33 അൽഹംദുലില്ലാഹ് പറയുക, വഖൂലി അല്ലാഹു അക്ബർ അർബഅൻ വസലാസീൻ, 34 അല്ലാഹു അക്ബർ എന്ന് പറയുക. ഈ ഹദീസിൽ ഒരു രഹസ്യമുണ്ടെന്നാണ്. ഏതൊരു മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചതിന് ശേഷം 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും സ്ഥിരമായി പറയുന്നുവെങ്കിൽ അവർക്ക് വീട്ടുജോലിക്ക് ആളെ വെക്കേണ്ടി വരില്ല എന്ന ഒരു സന്ദേശം ഈ സംഭവം പ്രദാനം ചെയ്യുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് വീട്ടിൽ സമാധാനം, ശാന്തി, വീട്ടിലെ തൊഴിലുകളൊക്കെ ഭംഗിയായി നടക്കല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഈ 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും പതിവാക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പോവുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലും ഖാദിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വേലക്കാരുണ്ടായിട്ടുണ്ട്, ഒരു വേള അടിമകളും ഉണ്ടായിട്ടുണ്ട്. അടിമകളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം നമ്മുടെ വീട്ടിലുള്ള ജോലിക്കാരോട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതും പെരുമാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജോലിക്കാരുടെ മനസ്സ് വേദനിക്കുക എന്ന് പറഞ്ഞത് വളരെയധികം പ്രയാസകരമായ കാര്യമാണ്. വീട്ടുകാരെപ്പോഴും തൊഴിലാളികൾക്ക്, ജോലിക്കാർക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് കണക്കാക്കുകയും നോക്കുകയും ചെയ്യേണ്ടത് എന്നറിയിക്കുന്ന ധാരാളം വചനങ്ങളുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം,
ഒരിക്കലൊരു സഹാബി വര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയെ, വീട്ടിലെ ജോലിക്കാർക്ക്, വേലക്കാർക്ക് എത്ര പ്രാവശ്യമാണ് അഫ്വ് ചെയ്ത് കൊടുക്കേണ്ടത്? അപ്പൊ സമത്തൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യം കേട്ടപ്പോൾ നബി തങ്ങൾ മിണ്ടാതിരുന്നു. രണ്ടാമതും ചോദ്യം ആവർത്തിച്ചു. അപ്പൊ സമത്തായുധൻ നബിയുന ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടാതിരുന്നു. മൂന്നാം പ്രാവശ്യവും ചോദ്യം ആവർത്തിച്ചപ്പോൾ യഫു അൻഹും സബഈന മറ, ഒരു 70 പ്രാവശ്യമെങ്കിലും അവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണം, പൊരുത്തപ്പെട്ടു കൊടുക്കണം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പെരുമാറ്റങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞു വെച്ചതനുസരിച്ച് ഒരു സമാധാനപൂർണമായ വീടിന് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പാലിക്കണം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ കാര്യം അൽ മുഹാഫളത്തു അല സ്വലാത്തി വദിക്രില്ലാഹി തആല ഫിൽ ബൈത്ത്. വീട്ടില് നിസ്കാരം, ദിക്ർ തുടങ്ങിയ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. ഫർദ് നിസ്കാരങ്ങൾക്ക് പള്ളിയാണ് നല്ലത്, എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വീടാണ് നല്ലത്. വീട്ടിൽ നിന്ന് നിസ്കാരം പാടെ ഒഴിവാക്കാൻ പാടില്ല. സുന്നത്ത് നിസ്കാരങ്ങളെങ്കിലും വീട്ടിൽ നിർവഹിക്കണം. വീട് നിസ്കരിക്കാൻ കൂടി പറ്റിയ സ്ഥലമായിരിക്കണം. എന്തായാലും വീട്ടിലെ സ്ത്രീകൾ വീട്ടിൽ നിന്നാണല്ലോ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിസ്കാരം നടക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് വദിക്റുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലാൻ വേണ്ടി. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ദിക്റിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് മൗലിദ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക എന്നത് ദിക്റിന്റെ പരിധിയിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയതായി പൂർവ്വകാല ആലിമീങ്ങളിൽ നിന്ന് പറഞ്ഞ് വാമൊഴിയായി ലഭിച്ചതനുസരിച്ച് മങ്കൂസ് മൗലിദ് ഒരു പ്രാവശ്യമെങ്കിലും, പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ പാരായണം ചെയ്യാൻ, അങ്ങനെ ദിക്റുല്ലാഹി കൊണ്ടും നിസ്കാരം കൊണ്ടും വീട് എപ്പോഴും സജീവമായിരിക്കുക എന്നത് സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് തിലാവത്തുൽ ഖുർആനി, ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. അത് ഇലാഹിയത്തിനെ കൊണ്ടുവരികയും ശൈത്താനിയത്തിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുമെന്നാണ്. ഖുർആൻ പാരായണം പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടാൻ ഏറ്റവും നല്ലതാണ്. മുൻകാലത്തൊക്കെ നമ്മുടെയൊക്കെ നാടുകളിൽ വീടുകളിൽ അൽബക്കറ സൂറത്ത് അല്പാൽപമായി സ്ഥിരമായി ഓതി വരുന്ന പതിവുണ്ടായിരുന്നു എന്നാണ്. എന്തായാലും സൂറത്തുൽ വാഖിയ എല്ലാ ആളുകളും വീട്ടിൽ വെച്ച് എല്ലാ ദിവസവും രാത്രിയിൽ ഓതുക എന്നതൊരു പതിവാക്കണം. ദാരിദ്ര്യം ഒഴിവാകാൻ അത് ഏറെ സഹായകമായതാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദ. ആരെങ്കിലും സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ പാരായണം ചെയ്താൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂല എന്ന് ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വഹീന്റെ ഇൽമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വഹീന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനത്തെക്കാൾ വലുതാകുന്നു എന്നാണ്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അനുഭവത്തെക്കാൾ, അനുഭവിച്ചറിയുന്നതിനേക്കാൾ ഭക്ഷണത്തിന്റെ രുചി നമുക്ക് അനുഭവിച്ചറിയും. വേദന, ശരീരത്തിന്റെ വേദന നമ്മൾ അനുഭവിച്ചറിയും. ഇങ്ങനെ ഒരു മനുഷ്യന് നമ്മുടെ കയ്യിന് 5 വിരലാണ് എന്ന് നമ്മുടെ അനുഭവമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ ജ്ഞാനം, അറിവാണ് വഹീന്റെ ഇൽമ് എന്ന് പറയുന്നത്. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ ഒരാൾ പാരായണം ചെയ്താൽ ലം യജിദുഹു ഫാഖത്തുൻ അബദ എന്നാണ്. അബദ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അവന് ദാരിദ്ര്യം വരില്ല എന്നാണ്. ഏത് മനുഷ്യനും ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. എത്ര മുതലുണ്ടെങ്കിലും, എത്ര കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ദരിദ്രനാവാൻ ഒരു സെക്കൻഡ് മുഴുവൻ ഉണ്ടായിരിക്കില്ല എന്നതാണ്. അതുകൊണ്ട് ദാരിദ്ര്യം എല്ലാവരും ഭയപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ പാരായണം എന്ന് പറയുന്നത് വീടിന് വലിയൊരു സംരക്ഷണമാണ്. സൂറത്തുൽ വാഖിയ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കുട്ടികളെ കൊണ്ടൊക്കെ ഓദിക്കണം. വീട്ടിലുള്ള ഭാര്യമാരൊക്കെ വീട്ടിൽ വെച്ച് ഓതണം. അല്ല, ഭർത്താക്കന്മാരും പറ്റുമെങ്കിൽ വീട്ടിൽ വെച്ച് ഓതണം. അല്ലെങ്കിൽ യാത്രയിലോ മറ്റൊക്കെ ആണെങ്കിൽ എല്ലാ രാത്രിയിലും ഒരു തവണ, മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ഇടയിലുള്ള സമയത്ത് ഏതെങ്കിലും ഒരു തവണ
സൂറത്തുൽ വാഖിഅ ഓതാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അൽ മുആമലത്തുൽ ഹസന എന്ന് പറയുന്ന നല്ല പെരുമാറ്റമാണ്. ഭാര്യ ഭർത്താക്ക് സൗജൈൻ ഇണകൾക്കിടയിലും ഔലാദിനിടയിലും മക്കൾക്കിടയിലും നല്ല പെരുമാറ്റത്തെ ഉണ്ടാക്കി തീർക്കുക എന്നാണ്. ഈ ഒരു നല്ല പെരുമാറ്റത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നതിൻ്റെ ഉത്തരം മഹത്തുക്കളായ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ദേഷ്യം പിടിക്കാത്ത പെരുമാറ്റം നടത്തുക എന്നതിനെയാണ് നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും സന്താനങ്ങൾക്കിടയിലും കൂട്ടുകുടുംബ മിത്രാദികൾക്കിടയിലും നല്ല പെരുമാറ്റം അൽ മുആമലത്തുൽ ഹസന ഉണ്ടാവുക എന്നത് വീട്ടിൻ്റെ സമാധാനപൂർണമായ ജീവിതത്തിന് വളരെ അത്യാവശ്യമായ മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യം അൽ അദ്ലു ഫിൽ മുആശറത്തിയാണ്. ജീവിതത്തിൽ നീതി പാലിക്കുക എന്നതാണ്. ഭാര്യയോടാണെങ്കിലും ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മക്കളോടും മാതാപിതാക്കളോടും എല്ലാവരോടും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള നിർവഹണം. അങ്ങനെ കൃത്യമായി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോഴാണ് നീതി പാലിക്കുന്ന ആളുകളായി മാറുന്നത്. അതിൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കൊണ്ടും ഇഹ്സാൻ കൊണ്ടും നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ജുമഅക്ക് എന്നാൽ മുടങ്ങാതെ ഇമാം ഓതുന്ന ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് ഉസ്താദ് മുടങ്ങാതെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അതിൽ എന്ന് പറയുന്നത് മനുഷ്യനോട് മാത്രമല്ല, വളർത്തുമൃഗങ്ങളോട് പോലും മക്കൾക്കിടയിൽ പോലും മനുഷ്യൻ നീതി പാലിക്കുന്നവനായിരിക്കുക. അപ്പൊ വീട്ടിലെ അതിൽ വളരെ പ്രധാനമാണ് വീട്ടിലെ സമാധാനത്തിന് എന്നതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം അൻ യൻവിയ ബിൽ ബൈത്തി അർറഹ്മത വൽ ഇസ്കാന വൽ ളിയാഫ എന്നതാണ്. വീട് കൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതുക. ഒന്ന്, റഹ്മത്തിനെ മനസ്സിൽ കരുതുക. വീട് റഹ്മത്തിനുള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്ക് താമസിക്കാൻ എന്ന് കരുതുന്നതിനേക്കാൾ വീട് നമ്മുടെ ഭാര്യ മക്കൾ എന്നിവർക്ക് താമസിക്കാനാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നിയത്ത് ചെയ്താൽ, ഓർക്ക് രസീത് കൊടുക്കണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, മരിക്കോളം നമ്മുടെ വീട് നമ്മുടെ പേര് തന്നെ ആയിരിക്കലാണ് ഏറ്റവും നല്ലത്. ആ ഉദ്ദേശം അവരാക്കുക. ഭാര്യക്കും മക്കൾക്കും താമസിക്കാനാണ് ഞാൻ വീടുണ്ടാക്കുന്നത് എന്ന നീയത്ത് അവർക്ക് താമസിക്കാനെന്നാക്കിയാൽ അവർക്ക് വീട് താമസിക്കാൻ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും, നമുക്ക് ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം എന്നതാണ്. അവർക്ക് കൊടുത്തു എന്ന് കരുതാനല്ല കേട്ടോ, അവർക്ക് താമസിക്കാനാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കുക. അങ്ങനെ വീട് റഹ്മത്തിന്റെ കേന്ദ്രമായിരിക്കണം. രണ്ടാമത്തേത് അൽ ഇസ്കാൻ, ഇസ്കാനിനെ നിയത്ത് ചെയ്യുക എന്നാണ്. ഇസ്കാൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തോടു കൂടെയുള്ള അന്തിയുറക്കം, സമാധാനത്തോടു കൂടെയുള്ള ജീവിതം, സമാധാനത്തോടു കൂടെയുള്ള താമസം. സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങി എന്നാണ്, കിടന്നുറങ്ങുക രാത്രി. എല്ലാം കഴിഞ്ഞ് അവസാനം സുക്കൂനാകുക, മരിച്ചു കിടക്കുക. ഇങ്ങനെയുള്ള ശാന്തിയെയും സമാധാനത്തെയും അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നിയത്ത് ചെയ്യുക എന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വീട് കൊണ്ട് അൽ-ളിയാഫ, വിരുന്നു സൽക്കാരത്തെ നിയത്ത് ചെയ്യണമെന്നാണ്. എപ്പോഴും വീട്ടിൽ വിരുന്നുകാർക്കുള്ള സൗകര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടാകണം. ഗസ്റ്റ് റൂം ഉണ്ടായിരിക്കണം. വിരുന്നുകാർക്ക് വീട്ടിൽ പരമാവധി ചെന്നെത്താവുന്ന അടയാളം പ്രത്യേകമായി കാണിക്കണം. ഇത്ര വരെയാണ് വിരുന്നുകാർക്ക് പ്രവേശനം, അവിടുന്നാണ്ട് വീട്ടുകാർക്കാണ് എന്നറിയിക്കുന്ന കർട്ടനോ ആർച്ചോ വാതിലോ അങ്ങനെ എന്തെങ്കിലും. വീട്ടിൽ മൊത്തം എല്ലാവരും കയറിയിറങ്ങുന്ന രൂപം ഉണ്ടാവുന്നത് ഹൈറായ രീതിയല്ല. വിരുന്നുകാർക്ക് സൗകര്യം വീട്ടിലുണ്ടായിരിക്കണം, പക്ഷെ ആ സൗകര്യം വേർതിരിക്കണം. വീട്ടുകാർക്കുള്ള സൗകര്യം വേറെയും ഉണ്ടായിരിക്കണം. വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം വൈഫഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിരുന്നുകാരെ ബഹുമാനിക്കട്ടെ എന്നാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും ഗസ്റ്റ് വരിക, വിരുന്നുകാർ വരിക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ വളരെ നല്ല ഒരു പുണ്യമുള്ള കാര്യമാണ്. വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് ഷഫീഉൽ വറാ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമാധാനപൂർണമായ ജീവിതം, സമാധാനപൂർണമായ വീട്, മസ്കൻ എന്ന വാക്ക് അന്വർത്ഥമാക്കുന്നത് പോലെ സമാധാനത്തോടു കൂടെയുള്ള വീട് ആയി മാറുന്നതിനാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടും കുടുംബമൊക്കെ വളരെ സന്തോഷമായിരുന്നു എന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബിതങ്ങൾ തന്നെ നബിക്ക് നബിയുർ റഹ്മ, വാത്സല്യത്തിന്റെ പ്രവാചകൻ എന്ന് പേര് നൽകിയതായി കാണാം. കരുണ, വാത്സല്യം തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പെരുമാറ്റത്തിലുണ്ടെങ്കിൽ സന്തോഷപൂർണമായ കുടുംബവും സന്തോഷപൂർണമായ വീടും സന്തോഷപൂർണമായ ജീവിതവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.